നാഗവല്ലി. അവളുടെ ജനനവും മരണവും സംഭവിച്ചത് അയാളിലൂടെ മാത്രമാണ്. അവൾ നാഗവല്ലി. കൈവിരൽ മരവിക്കുന്നത് പോലെ ഭയവും ആകാംക്ഷയും ഒരുമിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ജിജ്ഞാസയുടെ ലോകം, അതൊരുപക്ഷെ പ്രതീക്ഷയുടെ, അത്ഭുതത്തിൻ്റെ അല്ലെന്നുറപ്പാണ്. പിന്നെ എന്താണിങ്ങനെ? കാലത്തിന് ശേഷം ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. അതേ ഇടനാഴിയിലൂടെ ഒരിക്കൽ കൂടി നടക്കുമ്പോൾ ശരീരമാകെ വിറയ്ക്കുന്നുണ്ട്. എങ്കിലും യാന്ത്രികമായിരുന്നു ആ നടപ്പ്. ഈ ഇടനാഴി ചെന്ന് അവസാനിക്കുന്നത് തെക്കിനിയുടെ അടുത്തേക്കാണ്. അന്ന് ആദ്യമായി നാഗവല്ലി എന്ന മനോരോഗിയെ കണ്ട നിമിഷം ഓർമ്മയിൽ തളം കെട്ടി. അയാൾ അറിയാതെ തെക്കിനിയോട് ചേർന്ന മുറിയിലേക്ക് പ്രവേശിച്ചു. നാളുകളായി ആ മുറിയിൽ അടക്കം ചെയ്ത് ചുട്ടുപഴുത്ത വായു അയാളെ തള്ളിമാറ്റി പുറത്തേക്ക് സഞ്ചരിച്ചു. ഇവിടെയും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തെന്നില്ലാത്ത ശൂന്യത. അന്ന് അവളുമായുള്ള സംവാദം മാത്രമായിരുന്നു സണ്ണിയുടെ മനസ്സിലുണ്ടായിരുന്നത്. വീണ്ടും കാണുക, ചോദിക്കാൻ അന്ന് മറന്നുപോയ പലതും ചോദിക്കുക. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഭയമില്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ സണ്ണി നന്നേ പാടുപെട്ടുകൊണ്ടിരുന്നു. അന്നഴിച്ചുവെച്ച ശങ്കരൻ തമ്പിയുടെ മെതിയടിയും ഊന്നുവടിയും തന്നിലേക്ക് ചേർത്തുകൊണ്ട് പതിയെ വാതിലിലേക്ക് നടന്നു. പക്ഷെ ഇപ്പോൾ ഭയമില്ല. അവളെ കാണുക, അവളെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ചുണ്ടിൽ ചുണ്ടോട് ചേർത്തൊരു ചുംബനം. ആ കള്ളക്കാമുകൻ രാമനാഥൻ അറിയുന്നതിന് മുൻപ് എൻ്റെ മാത്രമായി കുറച്ച് നിമിഷം അവളെ എനിക്ക് വേണം. എൻ്റെ മാത്രമെന്ന് പറയാൻ വളരെ കുറച്ച് നിമിഷം. പിടിവിട്ട കുതിരയെപ്പോലെ മനസ്സ് പാഞ്ഞുകൊണ്ടിരുന്നു. വടികൊണ്ട് വാതിലിൽ പതുക്കെയൊന്ന് തട്ടി. അപ്പുറത്തുനിന്ന് പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. വീണ്ടും ശ്രമം തുടർന്നു. പക്ഷെ വീണ്ടും അവിടെ നിശബ്ദതയായിരുന്നു. ആ വാതിലിനപ്പുറവും ശൂന്യമാണ്. നടക്കാൻ പോവുന്ന ഒന്നിന് മുൻവിധികളില്ലാതെ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് നടന്നു നീങ്ങി. പക്ഷേ അകത്ത് കണ്ട കാഴ്ചയിൽ ഒരു ഞെട്ടൽ മാത്രമായിരുന്നു സണ്ണിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. ആ കോണിയിലായി മതിലിനോട് ചേർന്നൊരു മുഖം. അന്ന് ഗംഗ പരിചയപ്പെടുത്തിയ അതേ മുഖം പോലെയുണ്ട്. അവൾ തന്നെ, നാഗവല്ലി. സണ്ണി അവളെ കണ്ടെങ്കിലും അവൾ കണ്ടില്ല. അല്ലെങ്കിൽ കാണാത്ത പോലെ അവൾ അവിടെ തന്നെയുണ്ട്. നൃത്തത്തിൽ മതിമറന്ന അവളുടെ രൂപമാറ്റം കണ്ടുകൊണ്ടാണ് അയാൾ മുന്നോട്ട് നടന്നത്. അടുത്തേക്ക് ചെല്ലുന്തോറും ആ രൂപം അവ്യക്തമായിക്കൊണ്ടിരുന്നു. എങ്കിലും സണ്ണിയുടെ കാലുകൾ മുന്നോട്ട് തന്നെ നീങ്ങി. അത്ഭുതം. കൂടുതൽ അടുത്തേക്ക് ചെല്ലുന്തോറും ആ രൂപത്തിന് വ്യക്തത വരുന്നു. ആ രൂപം ഇപ്പോൾ തന്നെ കണ്ടിരിക്കുന്നു. തന്നെ മാത്രം തുറിച്ചു നോക്കുന്ന വിരൂപിയെ തൊട്ടടുത്തായി കണ്ടതും ഒരു ഞെട്ടലായിരുന്നു സണ്ണിയുടെ ഉള്ളിൽ. അവിടെ തെളിഞ്ഞ ആ രൂപം, അത് ശങ്കരൻ തമ്പിയായി മാറിയ സണ്ണിയെ തന്നെയായിരുന്നു. തൻ്റെ വികൃതമായ പ്രതിബിംബം അതിലേക്കൊന്ന് തൊടാനായി വിരൽ നീട്ടിയപ്പോഴേക്കും സ്വപ്നത്തിലെന്ന പോലെ സണ്ണി ഞെട്ടി എഴുന്നേറ്റു. എല്ലാം ഒരു സ്വപ്നമായിരുന്നോ, അതോ യാഥാർത്ഥ്യമോ? വാർദ്ധക്യത്തിൻ്റെ ഏകാന്തവാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ
പത്രത്തിനു വേണ്ടിയൊരു ലേഖനം, അതും നകുലനും ഗംഗയും ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരുമായി ബന്ധപ്പെട്ട ഒന്നിനെ തിരഞ്ഞെടുത്തത്. പക്ഷെ എഴുതി തുടങ്ങുമ്പോഴുള്ള പോലെ ആയിരുന്നില്ല ഇപ്പോൾ മനസ്സ്. പെയ്തൊഴിഞ്ഞ ആകാശം പോലെ ശൂന്യമാണ്. തെറ്റുപറ്റിയിരിക്കുന്നു. ലോകം വാഴ്ത്തിയ പ്രബന്ധം എഴുതിയ തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സണ്ണി ഉടൻ തന്നെ മേശപ്പുറത്ത് നിന്ന് തൻ്റെ ഫോൺ എടുത്ത് ഗംഗയെ ഡയൽ ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വീണ്ടും വിളിച്ചു. അതേ പ്രതികരണം തന്നെ. നിരാശയിൽ ഫോൺ മേശയിലേക്ക് എറിഞ്ഞ് പേനയെടുത്ത് കൈകളിൽ ചേർത്ത് അവസാനമായി എഴുതി ചേർത്ത അവൾ നാഗവല്ലി എന്ന വരികളിൽ പേന കൊണ്ട് കോറി. എന്നിട്ട് കടലാസിൽ പേന അമർത്തിക്കൊണ്ട് അയാൾ വീണ്ടും എഴുതി നാഗവല്ലി. അവളുടെ ജനനവും മരണവും സംഭവിച്ചത് അയാളിലൂടെ മാത്രമാണ്. അതെ, ലോകമറിയാതെ പോയ ഭ്രാന്തുമായി ശങ്കരൻ തമ്പി ഇന്നും അവിടെ അവളിൽ ജീവിച്ചിരിപ്പുണ്ട്. വീണ്ടും സണ്ണിയുടെ ചുറ്റും രക്തത്തിൻ്റെ രൂക്ഷഗന്ധം നിറഞ്ഞു.